ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തതിനെതിരെ കർശന നടപടി സ്വീകരിച്ച് തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് ബുധനാഴ്ച 2 സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 രൂപ വീതം പിഴ ഈടാക്കി 20 വീടുകൾക്കും പിഴ ചുമത്തിയതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. യൂസർ ഫീ അടയ്ക്കാത്ത വീട്ടുടമകൾക്കും സ്ഥാപന ഉടമകൾക്കും നോട്ടീസും നൽകി തുടങ്ങിയിട്ടുണ്ട്. വീടുകൾക്ക് 50 രൂപയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് 100 രൂപയുമാണ് യൂസർ ഫീ ആയി നൽകേണ്ടത്. എന്നാൽ ഇത് പല വീട്ടുകാരും സ്ഥാപന ഉടമകളും അടവാക്കാൻ കൂട്ടാക്കുന്നില്ല. മാത്രമല്ല, മാലിന്യവും യൂസർ ഫീയും ശേഖരിക്കാൻ എത്തുന്ന ഹരിതകർമ്മസേനാംഗങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ പോലീസ് സഹായത്തോടെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. മാർച്ച് 31 മുൻപ് കേരളത്തെ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതിന് മുന്നോടിയായി തുവ്വൂർ ഗ്രാമപഞ്ചായത്തും ഈ നേട്ടം കൈവരിക്കേണ്ടതുണ്ട്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തുവ്വൂർ ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. യൂസർ ഫീ നൽകാത്ത വീട്ടുടമകൾക്കും സ്ഥാപന ഉടമകൾക്കും നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. കുടിശ്ശികയ്ക്ക് പുറമെ ഫൈൻ ഈടാക്കൽ, ജപ്തി തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. ഈ പദ്ധതി ആരംഭിച്ച് 7 വർഷത്തോളമാകുമ്പോഴും ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ ശേഖരണ പരിപാടിയുമായി സഹകരിക്കാതെ ഹരിതകർമ്മസേനക്ക് കൃത്യമായി പ്രതിമാസം നൽകേണ്ട 50 രൂപ യൂസർ ഫീ നൽകാതെ, സ്ഥാപനങ്ങൾ നൽകേണ്ട 100 രൂപ യൂസർ ഫീ നൽകാതെ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുകയും കത്തിച്ച് കളയുകയും അതുപോലെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്യുന്നതായി ഗ്രാമപഞ്ചായത്ത് വിലയിരുത്തുന്നു. ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തും ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്ത ആളുകൾക്കെതിരെ അതിശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സ്ഥിരമായി യൂസർ ഫീ നൽകാത്ത ഏതാണ്ട് 20 വീടുകൾക്കെതിരായി 10,000 രൂപ പിഴയും നാളിതുവരെയുള്ള ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കുടിശ്ശികയും അടവാക്കുന്നതിന് നോട്ടീസ് നൽകി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് തുക അടവാക്കാത്ത ആളുകൾക്കെതിരെ പ്രോസിക്യൂഷൻ ജപ്തി നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളിൽ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് മറ്റും കടന്നുവരുന്ന വനിതകളായ ഹരിതകർമ്മസേനാംഗങ്ങൾക്കെതിരെ ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ച ഹരിതകർമ്മസേനാംഗങ്ങളോട് വളരെ മോശമായി ചില ആളുകളെങ്കിലും പെരുമാറുന്നതായി ഉള്ള പരാതികൾ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ വനിതകൾക്കെതിരെ അപമര്യാദയായി പെരുമാറുക അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം പോലീസ് അധികാരികളുമായി ചർച്ച ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനയും ഉണ്ടാകും. പലരും യൂസർ ഫീ നൽകാതെ കൂട്ടിവെച്ച മാലിന്യങ്ങൾ കത്തിക്കൽ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾക്കാണ് മുതിരുന്നത്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കും. ബുധനാഴ്ച മുതൽ പരിശോധനയും നടപടിയും സ്വീകരിച്ചു തുടങ്ങിയെന്നും സെക്രട്ടറി പറഞ്ഞു. മാലിന്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്ന മാർച്ച് 31 മുമ്പ് തുവ്വൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി നമ്മൾ ഒരാഴ്ച ആചരിച്ചു. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ സർക്കാരിൻ്റെ സിംഗിൾ വാട്സാപ്പ് നമ്പറായ 9446 700 800 എന്ന നമ്പറിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ലൊക്കേഷൻ സഹിതം അയച്ചു നൽകുന്നതിന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തുവ്വൂർ.